എന്നാ ആരതിയെ മാനസികമായിട്ടും എല്ലാം ഒരുപാട് ആൾക്കാർ അതിനുള്ള വോയിസും കാര്യങ്ങളും ഞാൻ പുറത്തു വിടും, അതും നീ ആണോ എന്ന് ചോദിക്കുക. എന്താണ് അതൊന്ന്? ആരതി സീക്രട്ട് ഏജന്റിന്റെ അടുത്ത് ആരതിയുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ആരതി അബിലിന്റെ അടുത്ത് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ചില ബിസിനസ് കോളുകളിൽ വിളിച്ചതുകൊണ്ട് ചില കോളുകൾ റെക്കോർഡാണ്. ലക്ഷ്മിയുടെ അടുത്ത് യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. റോബിൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു മാനിപ്പുലേറ്ററാണ്. അയാൾ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാവയാണ് ആ കുട്ടി. അതിനകത്ത് ഇവർ തെറ്റ് ചെയ്യുന്നുണ്ടോന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ജീവിത സാഹചര്യം കാരണം ഇതിനകത്തൊക്കെ ട്രാപ്ഡ് ആണ്. കല്യാണത്തിന്റെ ഒരു ദിവസം മുമ്പ് നടന്നതെന്ന് കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും. അത് കല്യാണം കോൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരെ എത്തിച്ചു റോബിൻ. സോ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ബാക്കി. ഇതുപോലെ തന്നെ വേറെ വരും. അനന്തുവിന്റെ സ്റ്റോറിക്കകത്തിൽ എന്റെ കാസിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ എന്റെ കാസറ്റിന്റെ ഒരു എഡിറ്ററിന്റെ ഗൂഗിൾ ഡ്രൈവിന്റെ പാസ്വേഡ് മേടിച്ചു. എന്നിട്ട് അത് ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ എനിക്കെതിരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്ത് അങ്ങനെയാണ് പുള്ളി അതിന്റെ പോർട്രേ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഹക്കീമിന്റെ കുറച്ച് പ്രൂഫുകൾ ഹക്കീം ആൾക്കാരുടെ നിന്ന് പൈസ എക്സ്റ്റോർട്ട് ചെയ്തതിന്റെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട്, ഹക്കീമിന്റെ കുറച്ച് ക്വസ്റ്റ്യനബിൾ ചാറ്റുകൾ, ഹക്കീമിന്റെ കുറച്ച് വീഡിയോ കോളിന്റെ ദൃശ്യങ്ങൾ, ഇത് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഹക്കീം എക്സ്റ്റോർട്ട് ചെയ്തിട്ടുള്ള പൈസ വെച്ചിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് ഗോൾഡിന്റെ ഡീറ്റെയിൽസ്, ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അല്ലാതെ വേറെ അവന്റെ പേഴ്സണൽ കാര്യങ്ങളോ കുന്തകുടച്ചകളോ ഒന്നും എൻ്റെ കയ്യിലില്ല. ബട്ട് ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ നേരെ ഇനി ഇതിപ്പോൾ എൻ്റെ നേരെ പ്രൂഫായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. അനന്ത് സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഇയാളുടെ അടുത്ത് ഇത്ര പൈസ മേടിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ മേടിച്ചു, ഇത് പ്രൂഫ് കൊണ്ട് കാണിച്ചു, കഥ പറയാൻ വേണ്ടി വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രൂഫ് ഉണ്ടെങ്കിൽ എൻ്റെ മേലെ ആർക്കും എന്തും ചെയ്യാം. പക്ഷേ 2019 ചാറ്റും 2020 ചാറ്റും എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്നലെ നടന്നതാണെന്ന് പറയാൻ പറ്റും. അതിൻ്റെ അത് ഒരുപാട് പേർക്ക് അറിയാത്ത മെയിൻ കാരണമുണ്ട്. ഈ റോബിൻ ആണെങ്കിലും ഈ എൻ്റെ കാസറ്റിൽ അവർ പറയുന്നതാണെങ്കിലും ഈ ഒരു സമയത്തുണ്ടായ ഒരു പോസ്കോ കേസ്, ഇതിനെ കുറിച്ച് പറയുന്നത് ഇതെന്താണ് യഥാർത്ഥത്തിൽ ശരിക്കും? 2020-2021 കാലഘട്ടത്തിൽ ഞാനൊരു ആർട്ടിസ്റ്റിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഈ കേസ് കൊടുത്തിരിക്കുന്ന പെൺകുട്ടി കൊടുത്തിരിക്കുന്ന കേസ് നിങ്ങൾക്ക് ഈ കോട്ടിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ മോശമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കേസ് കൊടുത്തിരിക്കുന്നത് എൻ്റെയും ഈ സിംഗറിൻ്റെയും കൂട്ടുകാരിയായിട്ടുള്ളൊരു പെൺകുട്ടി. അതിനകത്ത് തന്നെ വ്യക്തമാണ് ആ കേസ് എങ്ങനെ വന്നിട്ടുള്ളതാണ്. ആ കേസിൻ്റെ ഡിജിറ്റൽ എവിഡൻസും കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്തതാണ് നമ്മൾ കോർട്ടിൽ. ഇനി നടക്കാൻ പോകുന്നത് അതിൻ്റെ വേർഡിറ്റാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും പോലെ ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. കാരണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക്. കുറേ വർഷങ്ങളായിട്ട് 6 വർഷമായിട്ട് ബ്രോ ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുക. എല്ലാ ദിവസവും ഞാൻ കോർട്ടിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്, ഇവർ അപ്പിയർ ചെയ്യുന്നില്ല. എല്ലാ പ്രാവശ്യം കോർട്ട് വിളിക്കുമ്പോൾ ഞാൻ പോകുന്നുണ്ട്, ഇവർ വരുന്നില്ല. ഇത് വന്നു കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു പ്രസ് മീറ്റ് നടത്താൻ, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാൻ.